നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ബിഗ് ബോസ് ടെലിവിഷൻ ഷോ. ബിഗ് ബോസ് ടെലിവിഷൻ ഷോ എന്ന് പറയുമ്പോൾ മലയാളത്തിൽ ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന ഒരു വലിയ ഷോയാണ്. അപ്പം ബിഗ് ബോസ് ഹൗസിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കണ്ടസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ അത് അനീഷാണ്. എനിക്ക് അനീഷിനെ നേരിട്ട് പരിചയമില്ല. അതുപോലെ തന്നെ ഞാൻ അനീഷിൻ്റെ PR അല്ല കേട്ടോ. എങ്കിലും ബിഗ് ബോസ് കാണുന്നൊരു പ്രേക്ഷകനെന്ന നിലയ്ക്ക് ഒന്നിരുടെ അഭിപ്രായം പറയുകയാണ്. അനീഷ് എന്ന് പറയുമ്പോഴേ നല്ല ഒരു വ്യക്തിത്വത്തിനുടമയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നല്ലൊരു വ്യക്തിത്വത്തിനുടമ. അതായത് അദ്ദേഹം മെയിൽ കണ്ടസ്റ്റൻറ്റിനെ പോലും പേരിട്ടാണ് വിളിക്കുന്നത് കേട്ടോ. അത് നല്ലൊരു വ്യക്തിത്വത്തിനുടമയ്ക്ക് മാത്രമേ അതിന് കഴിയുകയുള്ളൂ. അതുപോലെ തന്നെ ഫീമെയിൽ കണ്ടസ്റ്റൻറ്റിനോടൊക്കെ വളരെ നല്ല പെരുമാറ്റമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. വളരെ നല്ല രീതിയിലാണ് അദ്ദേഹം എല്ലാവരോടും ഇടപെടുന്നത്. അത് നമുക്ക് മനസ്സിലാക്കുക. അനീഷിൻ്റെ ഒരു നേച്ചർ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും നല്ലൊരു വ്യക്തിത്വത്തിൻ്റെ ലക്ഷണമാണ്. അതുപോലെ തന്നെയാണ് അക്ബറും നെവിനും വളരെ നല്ല കണ്ടസ്റ്റൻ്റാണ്. അക്ബർ എന്ന് പറയുമ്പോൾ ഹീസ് എ സിംഗർ. അദ്ദേഹം നല്ലൊരു ഗായകനാണ്. അതുപോലെ തന്നെ ഈ പാരഡി ഗാനങ്ങളൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കി പാടാനൊക്കെ ഉള്ള അക്ബറിൻ്റെ കഴിവിനെ നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്യാൻ കഴിയില്ല. വളരെ നല്ലൊരു ഹീസ് എ വെരി ഗുഡ് പ്ലെയർ. അതുപോലെ തന്നെ നെവിൻ അതുപോലെ തന്നെയാണ്. നെവിനൊക്കെ ബിഗ് ബോസ് ഷോയിൽ വന്നത് കാരണം ഒരുപാട് പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം പിടിച്ചിട്ടുണ്ട്. അതുപോലെ ഹീസ് എ വെരി ഗുഡ് ഗെയിമർ. വളരെ നല്ലൊരു ഗെയിമറാണ് നെവിൻ. എങ്കിൽ തന്നെ എനിക്ക് അക്ബറിനെയും നെവിനെയും ഒരു കണ്ടസ്റ്റൻ്റ് രീതിയിൽ വളരെ ഇഷ്ടമാണ് കേട്ടോ. എങ്കിൽ തന്നെയും എനിക്ക് ബിഗ് ബോസ് ഹൗസിൽ ഒരു ഏറ്റവും നല്ല കണ്ടസ്റ്റൻ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അനീഷാണ് കേട്ടോ. അനീഷാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കണ്ടസ്റ്റൻറ്റും അനീഷ് തന്നെയാണ്. അതെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആ പ്രകൃതവും അതിൻ്റെ വ്യക്തിത്വവും ഒക്കെ എവിടെയും മനസ്സിൽ ഇടം പിടിക്കുന്ന തരത്തിലാണ്. അനീഷിൻ്റെ സംസാരം ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. വളരെ ലളിതമായ സംസാരം, വളരെ